ശിഷ്യന്മാർ 2 ദിവസം മുമ്പാണ് യേശു പല സ്ഥലങ്ങളിലായിട്ട് മിഷന് വേണ്ടി വിട്ടത്. അവരെല്ലാവരും പോയി. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും. അവരൊന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അവരൊന്ന് ഇവാലുവേഷൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നിടയ്ക്ക് അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു തിരിച്ചവരോട് എന്ത് പറഞ്ഞു? യേശു ചോദിച്ചത്, നിങ്ങൾ റെസ്റ്റ് എടുത്തോ? നിങ്ങൾ വല്ലതും കഴിച്ചോ? എത്ര കരുതലായിട്ടാണ് യേശുവിടെ പെരുമാറിയത്. ഒരു പക്ഷേ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഇവാലുവേഷൻ റിപ്പോർട്ട് എഴുതി വാങ്ങിച്ചേനെ. എന്നിട്ട് അടുത്തൊരു മിഷന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ തിരുത്തണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നും അതിന് കറക്ഷനൊക്കെ കൊടുത്തേനെ. പക്ഷേ യേശു ഇതൊന്നും ചെയ്തില്ല. കറക്ഷൻ കൊടുത്തില്ല. യേശു അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡിറക്ഷൻസ് ഒന്നും കൊടുത്തില്ല. ഒന്നും ചെയ്തില്ല. അവരെ കുറച്ചു നേരം കേട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചോ? അവർക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ യേശുവിന് കുറച്ചും കൂടി സങ്കടമായി. യേശു അവരെ കൊണ്ടുപോയി റെസ്റ്റ് എടുക്കാനായിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി. ഒരു അമ്മയുടെ മനസ്സ് എത്ര മനോഹരമായിട്ടാണ് യേശു അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കൂടെയുള്ള മനുഷ്യരോടൊക്കെ വലിയ വലിയ റിപ്പോർട്ടിംഗ് സെഷനും വലിയ വലിയ ചോദ്യം ചെയ്യലും വലിയൊരു ഉത്തരത്തിന് വേണ്ടി ഒന്ന് കാത്തിരുന്ന് നമ്മൾ ഇത്രയും ഫോർമൽ ആകരുത്. കുറച്ചും കൂടെ ഇൻഫോർമൽ ആകണം. ആ ഇൻഫോർമൽ റിലേഷൻഷിപ്പ് മാത്രമേ അവസാനം വരെ നിലനിൽക്കുകയുള്ളൂ. അതാണ് യേശു എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠം. വലിയൊരു മിഷനാണ്, വലിയ പ്രതീക്ഷയുടെ യേശു വിട്ടതാണ്. പക്ഷേ യേശു അതിനെക്കുറിച്ചൊന്നും അറിയിടല്ല. അവരെന്ത് ചെയ്തു, അവർക്ക് എന്ത് ശരിയായി, എന്ത് തെറ്റായി, ഇതൊന്നും യേശു അറിയിടല്ല. യേശു കൂടെ നിൽക്കുന്നവർ കഴിച്ചോ, അവർ റെസ്റ്റ് എടുത്തോ, ഇതൊക്കെയായിരുന്നു യേശു അറിയിടായത്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ വറീഡാകാറുണ്ടോ? ഒരു വീടിനകത്ത് നമ്മുടെ കൂടെയുള്ള മനുഷ്യർ കഴിച്ചു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഉറങ്ങിയോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഹെൽത്ത് ഓക്കെ ആണോ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ചുമയാണെന്ന് പറയുമ്പോൾ, പനിയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറവുണ്ടോ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? എനിക്കിപ്പോഴും ഒരു സങ്കടം, പലപ്പോഴും എൻ്റെ അമ്മ ഭക്ഷണം കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞ അമ്മ ഒരിടത്ത് പോലും പിന്നീട് കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കൺമുമ്പിൽ കഴിക്കാത്തൊരമ്മയാണ് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. എപ്പോൾ കഴിച്ചു എന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നു ഈ ഗോസ്പല് എനിക്കൊരു കണ്ണ് നിറയ്ക്കുന്ന ഒരു വായനയാണ്. ഈ വിചിന്തനം എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലൊരു കുത്താണ്. കാരണം വല്ലപ്പോഴും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലും അമ്മ ഞാൻ കഴിച്ചോ എന്ന് ചോദിച്ച് വല്ലാണ്ട് ആകുലപ്പെടുമ്പോൾ ഇതുവരെ അമ്മ കഴിച്ചോ എന്ന് ചോദിച്ച് ഞാൻ ഇതുവരെ ആകുലപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിന് അമ്മയുടെ മനസ്സാണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ കഴിച്ചോ എന്നും ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ച് എന്തുമാത്രം ആകുലപ്പെടുന്ന ഒരു അമ്മയാണ് ക്രിസ്തു. പലപ്പോഴും ആകുലപ്പെടാതെ പോയ എൻ്റെ ഹൃദയം ഇപ്പോഴും എന്തുമാത്രം കഠിനമാണെന്ന് തോന്നിപ്പോകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.